പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എസ് ടി വി ഇങ്ങനെ വിളിച്ചിട്ട് നിഷ്കായം വെൽക്കം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് തോളത്ത് വിളിച്ചിട്ട് ഐ ഹാവ് എ സ്മോൾ പ്രസൻറ്റ് ഫോർ യു സിഡൗന്ന്. ഞങ്ങൾ ആ പടിയിൽ ഇങ്ങനെ ഒരു കുളത്തിൻ്റെ പടിയിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അടുത്തിരുന്നിട്ട് അദ്ദേഹം ആ പാട്ട് പാടി. നമസ്കാരം, മണി ആൻഡ് മൈൻഡ് സെറ്റിലേക്ക് സ്വാഗതം. ഇത് ശ്രീ കൃഷ് കൈമളുമായിട്ടുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെയാണ്. പല ജീവിത അനുഭവങ്ങളിലൂടെ റിഫൈൻ ചെയ്ത് അദ്ദേഹം ഒരു ചായക്കടയിൽ നിന്ന് ഛായാഗ്രാഹകനായി മാറി, ലോകമറിയുന്ന ഛായാഗ്രാഹകനായി മാറി. മാത്രമല്ല സംവിധായകനാണ്, ഓഥറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി തുടർന്ന് നമുക്ക് കേൾക്കാം. ഒരു 8 മണിയായപ്പം ഈ ഡയറക്ടർ എന്നോട് വിളിച്ചിട്ട് താൻ പ്രസാദ് സ്റ്റുഡിയോയിലോട്ട് അത്യാവശ്യമായിട്ടൊന്ന് പറഞ്ഞു. ഞാൻ ഇടിയോ ഉറപ്പിച്ചു കാരണം ഒന്നും വന്നിട്ടുണ്ടാവില്ല. അല്ല താൻ വണ്ടി എടുത്തിട്ട് പോയാൽ ഞാൻ പറയാം. പ്രസാദ് സ്റ്റുഡിയോയിൽ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അവിടെ 1 ലൈറ്റ് പ്രിന്റ് റെഡിയാക്കി വെച്ചു. താൻ വാ നോക്കുന്നത് അവിടെ കൊണ്ട് ഇട്ടിട്ട് പ്രൊജക്ട് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ടൊരു നമ്മളൊരു സിനിമാ ക്യാമറ വർക്ക് ചെയ്തു എന്നുള്ള ഒന്ന്, ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് വലിയ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്ന വേറൊരു സംഭവം. ഒരു പരസ്യചിത്രത്തിൻ്റെ ഷോട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടുണ്ടോ, എനിക്ക് പരസ്യമൊക്കെ ചെയ്യാൻ പറ്റും ഇനി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കൊള്ളാം, എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടുത്ത പരസ്യം എനിക്ക് തോന്നുന്നത് ഏതൊരു വാഷിംഗ് പൗഡറിൻ്റെയാണ്. ഞാൻ ആദ്യം ഓർക്കുന്ന സിനിമാറ്റോഗ്രഫി പരസ്യം എന്ന് പറയുന്നത് നിജാം പാക്കാണ്. അതെ അതെ ഇതിന് ശേഷം ചെയ്തു തന്നെ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ് ഇങ്ങനെ മാറി മാറി വരുന്നു. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്ത മോർഫിംഗ് ഫിലിമാണ് ആ സാധനം. അതിന് ഒരു ഫ്രെയിം സ്റ്റാറ്റിക് ആണ് എപ്പോഴും. ഒന്ന് സ്റ്റാറ്റിക് ആകുമ്പോഴേ അടുത്തത് അതിനകത്ത് വരുള്ളൂ. എന്നാൽ അതിനുള്ള ടെക്നോളജി ഉള്ളൂ. ലോ ബാൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പരസ്യം ചെയ്ത് അത് സക്സസ് ആയപ്പോൾ ഇയാൾ പറഞ്ഞിടൂ തനിക്ക് ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ട്, നന്നായിട്ടുണ്ട് ലൈറ്റിങ്. ഒരു ക്യാമറമാന്റെ ഫ്ലൈറ്റ് മിസ്സായതാണ് വേറൊരാളുടെ അവസരമായത്. അതെ അതെ. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ ഓട്ടം. അവിടെ ഇവിടെയൊക്കെ പരസ്യ കമ്പനികളിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ പറയും. അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോ ബാൻഡിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ചെറിയ വർക്കൊക്കെ കിട്ടി. പിന്നെ അതും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു പെട്ടെന്നൊരു ഗ്രോത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ 200-ൽ കൂടുതൽ പരസ്യങ്ങൾ. ഒരു ദീപാവലി സീസണിൽ ഞാൻ ഒരു മാസം 18 പരസ്യം ഷൂട്ട് ചെയ്തു. AVM-ലുള്ള 6 ഫ്ലോറുണ്ട്. 6 ഫ്ലോറും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഒരു ദിവസം 2 പരസ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഉച്ചവരെ ഷൂട്ട് ചെയ്ത് വൈകിട്ടുള്ള ഇതിൽ വന്ന് നമ്മളിവിടെ നവോദയയില് ഫ്ലൈറ്റിൽ വന്ന് നവോദയയില് രാത്രി. അതെ, അങ്ങനത്തെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതില് രാവിലെ ഇവിടെ കാണും, രാത്രി തിരിച്ച് മദ്രാസിൽ പോയി കിടന്നുറങ്ങും, രാത്രി ഇവിടെ തിരിച്ച് അടുത്ത ദിവസം രാവിലെ ഇവിടെ വരും. അങ്ങനെ ഒരു 2000-ഓളം പരസ്യങ്ങൾ കൈമൾജി ചെയ്തിരിക്കണം. പല എല്ലാ ഭാഷകളിലും, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ എല്ലാ തുടങ്ങി. ആസാമീസ് ഒക്കെയാണ് ചെയ്യാത്തുള്ളത്. സൗത്ത് ഇന്ത്യൻ ഭാഷകളൊക്കെ, സൗത്ത് ഇന്ത്യൻ, ഹിന്ദി എല്ലാം ചെയ്തു. ഇന്ത്യയിലും കുറെ പരസ്യങ്ങൾ നമ്മൾ തന്നെ ഏകദേശം 200-ഓളം പരസ്യങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി പരസ്യങ്ങളുടെ ലോകത്തിലേക്കായി സിനിമാറ്റോഗ്രാഫർ എന്നുള്ളൊരു യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ഒരു ഘട്ടത്തിലെത്തി. നമുക്ക് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ദൂരങ്ങൾ നമ്മൾ അറിഞ്ഞില്ല. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണോ ഇതൊക്കെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തോ. സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന സമയത്തും അന്ന് എന്റെ പരസ്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് കൈമൾജി സ്റ്റില്ലും വർക്ക് ചെയ്യാൻ ആ ഒരു അഡ്വാൻറ്റേജ് കുറെ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോ ഇനി സിനിമാറ്റോഗ്രാഫിയുടെ സംഭവത്തിൽ വരുമ്പോ പരസ്യങ്ങളില് കൈമൾജിയുടേതായിട്ടുള്ള ഒരു സത്യം പറഞ്ഞ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. അതായത് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സംവിധായകന്മാരുടെ കൂടി നല്ല വർക്കുകൾ, മോഡൽസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമിതാഭ് ബച്ചൻ, സെലിബ്രിറ്റീസ്, സച്ചിൻ ടെണ്ടുൽക്കർ, ധോണി, രാഹുൽ ദ്രാവിഡ്, സക്കീർ ഹുസൈൻ, ജന്തു പഞ്ചാരിഷ്ടം എന്നും പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിന്റെ കുറെ ചായയുടെ പരസ്യം. അതെ, അങ്ങനെ കുറെ പരസ്യങ്ങൾ. അതായത് അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ എന്താണ് പ്രോഡക്റ്റ് എന്ന് പോലും ചോദിക്കില്ല. കാരണം ഡേറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങുന്നു, നേരെ ഫ്ലോറിൽ നിന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പറയും. അവിടെ നേരെ അങ്ങോട്ട് പോകും. അവിടെ ബോംബെ പോയി ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ദുബായിൽ പോകും. ഇങ്ങനെ ഓട്ടമാണ്.
അതൊരു ഒരു ടൈമായിരുന്നത്. ഒരു പീക്ക് ലൈനിൽ കുറേ കാലം അങ്ങനെ നിന്ന് വർക്ക് ചെയ്തു. തെലുങ്കിൽ കുറേ പരസ്യങ്ങൾ, ഞാൻ അവിടുത്തെ കുറേ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ, അതങ്ങനെ ഒരു നമ്മളത് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇതിന് വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മളുടെ ജോബിൻ്റെ പാർട്ടാണ്. ഇന്ന് രാവിലെ ആരാണ് ഷൂട്ട്, ഇന്ന് ഇന്നാളാണ്, ഇന്ന് SP ബാലസുബ്രഹ്മണ്യം, അല്ലെങ്കിൽ ഇന്ന് K വിശ്വനാഥാണ് ഡയറക്ടർ K വിശ്വനാഥ് കേട്ടില്ല, വലിയ ശങ്കരാഭരണമൊക്കെ പുള്ളി കുറേ ഞാൻ 4-5 പരസ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. അങ്ങനെയൊന്നും എല്ലാ മനുഷ്യനെ വെച്ചിട്ട് അങ്ങനെ പറ്റില്ല. ഒരു അത്ര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ SPBയുടെ പറഞ്ഞപ്പോൾ കൈമൾജി എന്നോട് പറഞ്ഞൊരു ഇൻസിഡന്റ്, അത് ഞാൻ പറയുന്നേക്കാൾ കൈമൾജി പറയുന്നതാണ് നല്ലത്. SPB ആയിട്ടൊരു നല്ലൊരു അതായത് നമ്മൾ ചില മനുഷ്യരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ ഈ തെലുങ്കിൽ ഞാൻ മിക്കവാറും ചെയ്തിരിക്കുന്ന പരസ്യങ്ങളൊക്കെ തെലുങ്കാണെന്ന് തോന്നുന്നു, SPB വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ തന്നെ ജെന്റിൽമാൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ ആരും തെറി വിളിക്കുന്ന പുള്ളി കേട്ടിട്ടില്ല. ക്യാമറമാൻമാരെ അറിയാമല്ലോ, ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളവും തെറിവിളിയും ഭയങ്കര കോലാഹലവും. എൻ്റെ ഫ്ലോർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഐ റെസ്പെക്ട് യു ലോട്ട് സച്ച് എ ജെന്റിൽമാൻ, അങ്ങനെ നിങ്ങളെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഷൂട്ട് വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു, ഇങ്ങനെ ഞാൻ അയാളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാട്ടൊരു പണ്ട് പനി വീഴും മലർവനം മുൻപാർവൈ ഒരു വരം എന്നൊരു നല്ല തമിഴ് സോങ് ഉണ്ട്. ഇത് ഞാൻ ഒരു കാസറ്റിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെയും ഇട്ടിട്ട് എൻ്റെ പണ്ടത്തെ മറ്റേ ചക്കട വണ്ടി ഉണ്ടല്ലോ, മറ്റേ ഡോൾഫിനകത്തിട്ട് കേട്ടു. അത് ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് ഈവൻ ഐ ലൈക്ക് ദാറ്റ് സോങ് വെരി മച്ച്. ഇങ്ങനെ ഇരുന്നു 5 മണിക്ക് പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം SPB ഇങ്ങനെ വിളിച്ചിട്ട് നിഷ്കായം വെൽക്കം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് തോളത്ത് വിളിച്ചിട്ട് ഐ ഹാവ് എ സ്മോൾ പ്രസൻറ്റ് ഫോർ യു, സിറ്റ് ഡൗൺ. ഞങ്ങൾ ആ പടിയിൽ ഇങ്ങനെ ഒരു കുളത്തിൻ്റെ പടിയിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അടുത്തിരുന്നിട്ട് അദ്ദേഹം ആ പാട്ട് പാടി, ഫുൾ സോങ് അവിടെ ഇരുന്ന് പാടിയിട്ട് പറഞ്ഞു ദിസ് ഇസ് എ പ്രസൻറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നവരെല്ലാം ക്ലാപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു മറക്കാനാകാത്ത ചില നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ട ഒരു നിമിഷമായിരുന്നത്. ഞാൻ അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഞാൻ ഫേസ്ബുക്കിലായി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളും മലയാളത്തിൽ നമുക്ക് ഒരു എല്ലാ ആക്ടേഴ്സുമായിട്ടും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു ക്രെഡിബിലിറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ അത് അവിടെ ഒരു ആക്ടറാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു മോഡലാണെങ്കിലും ആസ് എ ഫോട്ടോഗ്രാഫർ ഡസൻ മേക്ക് എനി ഡിഫറൻസ്. പക്ഷെ നമുക്ക് പറയുമ്പം അവരോട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരാൾ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു വർക്ക് ചെയ്ത എല്ലാവരുടെ അടുത്തും നമുക്ക് ഇങ്ങോട്ടും നമ്മൾ മീനെ വെച്ചിട്ട് പല പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലല്ലേ? എന്ത് റെസ്പെക്റ്റാണ് അവർ നമുക്ക് തരുന്നത്. നമ്മൾ ക്യാമറമാൻ ഇന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്, കംഫർട്ടാണ്. ആ ഒരു കംഫർട്ട് ലെവലിൽ ഞാൻ എല്ലാ മോഡൽസിൻ്റെ കൂടെയും എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും ഇന്ന് വരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. അവർ സന്തോഷത്തോടു കൂടി വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ നമ്മളൊരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തു. ഒരു നിമിഷം ഒരു മൊമെൻറ്റിൽ തോന്നി ഇത് ബ്രേക്ക് ചെയ്യേണ്ട സമയമായി. എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നല്ലേ പറയും. അതെ അല്ലേ, അത് എനിക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളവിടെ സിനിമ സംവിധാനം ചെയ്യുന്നുള്ള ആഗ്രഹത്തിൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതൽ ഒരുപാട് നല്ല സിനിമകൾ കാണുമായിരുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ സിനിമോട്ടോഗ്രാഫിയുടെ യാത്രക്കിടയിൽ പരസ്യചിത്രങ്ങളല്ലാതെ കൈമൾജി ഒരു ഒട്ടനവധി സിനിമകളുടെ ക്യാമറമാൻ ആയിരുന്നു. തമിഴില് 2-3 സിനിമകൾ, മലയാളത്തിൽ എടുത്തു പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച പടങ്ങൾ എന്ന് പറയുന്നത് നാക്കുപ്പന്റെ നാക്കുട്ടാക്ക, ആഫ്രിക്കയില് ഷൂട്ട് ചെയ്തത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ ഒരു സിനിമയുടെ ഇത് കണ്ടിട്ടൊക്കെയാണ് നമ്മളൊരു ഡെസേർട്ടിലൊരു നമ്മൾ വർക്ക് ചെയ്തു. അപ്പൊ ആ ഡെസേർട്ടിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു ആത്മവിശ്വാസം പെട്ടെന്ന് കിട്ടിയത് ഈ ഒരു വർക്ക് കണ്ടായിരുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ആഗ്രഹം തോന്നിയ ഒരു ട്രാവൽ ചെയ്യണം, പക്ഷെ ചാൻസ് ഇല്ല എന്ന് മനസ്സിൽ തോന്നിയൊരു സ്ഥലമാണ് ആഫ്രിക്ക, കെനിയ, മസായിമാറ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അരികിലൊരാളിൻ്റെ ഷൂട്ടിങ്
എനിക്ക് ആക്ച്വലി വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അരികിലൊരു സുനിൽ ബ്രാൻഡ് നല്ല എൻ്റെ അന്നത്തെ ചാപ്റ്റേഴ്സിന് ശേഷം അതെ രണ്ട് നല്ല പടങ്ങളാണ്. എനിക്ക് എൻ്റെ വർക്കും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഇന്ദ്രജിത്തുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായി. ഇന്ദ്രജിത്തും പിന്നെ അതിലുണ്ടായിരുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളി എനിക്ക് തോന്നുന്ന ഒരു ആദ്യമായിട്ട് ഒരു നോട്ടബിൾ ക്യാരക്ടർ റോൾ ചെയ്ത സിനിമയാണത്. ഓക്കെ. അപ്പൊ ആ സമയത്താണ് ഈ നാക്കുപ്പൻ്റെ വയലാർ മാധവൻകുട്ടി അവിടെ ഇന്ദ്രജിത്തിനെ കാണാൻ വരികയും എന്നെ പരിചയപ്പെടുത്തി. ഇവിടെ നമ്മുടെ ഒരു കിടിലം പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വയലാർ മാധവൻകുട്ടി. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ സിനിമ അവിടെ ആഫ്രിക്കയിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞത് ആഫ്രിക്കയിൽ പോകാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അത് ജീവിതത്തിലൊരു വലിയ വൈൽഡ് ലൈഫായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അത് വലിയൊരു ആഗ്രഹം. അപ്പം ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞപ്പം. അതായത് വൈൽഡ് ആനിമൽസും മനുഷ്യരും ഇത്രയും ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലം ഞാൻ ലോകത്ത് വരെ കണ്ടിട്ടില്ല. പണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇരുണ്ട പൂക്കം, കറുത്തിരിക്കും മൊത്തം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തലവെട്ടും എന്നൊക്കെയുള്ള അങ്ങനെയൊന്നും അല്ല. വളരെ നല്ല മനുഷ്യരും നമ്മളങ്ങോട്ട് ഒരു ബ്രദറിന് ഒരു വിളി വിളിച്ചാൽ അവരുടെ കണ്ണിൽ വെള്ളം വരും. അത്രയ്ക്ക് നല്ലവരായിട്ടുള്ള കുറേ മനുഷ്യർ. അവരെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി ഉണ്ട്, പട്ടിണി കിടന്നിട്ട് കാണിക്കുന്നതാണ്. കാരണം ദരിദ്ര രാഷ്ട്രമാണ്. പട്ടിണിക്ക് മുമ്പിൽ ഒരു നീതിയും ന്യായവും ഒന്നുമില്ല. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിപ്പറിച്ച് തിന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ വൈൽഡ് ലൈഫുമായിട്ടുള്ള അവരുടെ ഒരു കണക്ഷൻ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇത്രയും ഹാർമണിയിൽ. അതായത് ഒരു 5-6 സിംഹങ്ങൾ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൂടെ പോയിക്കോ നമ്മളോട് പറയാൻ വാച്ച്മാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു 5-8 അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെ ഓടുക അറ്റാക്ക് ചെയ്യുന്നല്ല, അതിൻ്റെ തീറ്റ അന്വേഷിച്ച് അത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാതിരുന്നാൽ മതി, നിൽക്കാതിരുന്നാൽ മതി. എന്നാൽ ഈ വാച്ച്മാൻ ഇവിടെ ഇരിപ്പുണ്ട്, അയാൾക്ക് ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്കറിയാം, അത് അവരുടെ ജോലി അവർ നോക്കുന്നത്, നമ്മുടെ ജോലി അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഷോട്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഒരു 100-500 കാട്ടുപോത്തുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ എടുത്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ കൂടെ ഒരു മസായിക്കാരൻ എടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞു യു ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. അയാളെന്നോട് പറഞ്ഞു, അപ്പോൾ ഇന്ദ്രജിത്തും ബാമയുണ്ട് കൂടെ ഇറങ്ങിക്കോ, വേഗം വാന്ന് പറഞ്ഞു, നമുക്കൊരു ഷോട്ട് ഔട്ട് എടുക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട്. ഈ മസായിക്കാരനും കൂടെ വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഷോട്ട് എടുത്തോ, പക്ഷേ ഇപ്പം 5 മണി കഴിഞ്ഞിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങളവിടെ നോടിക്കണം. അപ്പോൾ ഒരു ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു. ഒരു 500 അടി ദൂരെ ഈ ഇതൊരു 50 എണ്ണം, 50 അല്ല, ഒരു 500 എണ്ണം ഉണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളവിടെ നിൽക്കുന്ന അതും കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ഷോട്ട് ഇങ്ങനെ എടുത്തു. 5 മിനിറ്റാണ് ഞാൻ കയ്യിലിങ്ങനെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. മസായിക്കാർ വന്ന് കഴിഞ്ഞിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ വാലും ചൂട്ടി അവിടെ നിന്ന് ക്യാമറ എല്ലാവരും കൂടെ ഒറ്റ ഓട്ടമാണ്. ഇത് സിഗ്നൽ എന്താണെന്നറിയോ? അവന്മാർ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു നേതാവുണ്ട് അതിനകത്ത്. അതിങ്ങനെ മുമ്പിലോട്ട് വന്ന് നിന്നിട്ട് കാല് വെച്ചിട്ട് മാന്ത് മതി തറയിൽ. കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ, പോടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഓടിയതും ഞങ്ങൾ ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ കാണുന്നത് അവിടെ നിന്ന് ഒരു പൊടിപടലം മാത്രമേ ഉള്ളൂ. കുറേ നേരത്തേക്ക് കാണുന്നത് ഒരു പുക മാത്രം. ഈ 500 എണ്ണം നമ്മൾ ഇന്ന് സ്ഥലം ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഓടിപ്പോയി. നടക്കിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, വടിച്ചെടുക്കാൻ പറയില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരെല്ലാ ആനിമൽസിലും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാ ആനിമൽസിൻ്റെയും സ്വഭാവം ശരിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാ കാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിലൊരു ആക്ഷൻ കാണിച്ചാൽ ഇന്ന സാധനം വയലൻ്റ് ആകുന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ എന്തോ ഒരു ബോംബ് ബ്ലാസ്റ്റ് മറ്റുണ്ടായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാണ്ടാവുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ കെനിയയിലുണ്ടായ ഏറ്റവും വലിയ ടെററിസ്റ്റ് ആക്രമണമായിരുന്നു. അവിടെ ഒരു കെനിയയിൽ സെൻട്രൽ ഒരു വലിയ മോളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ആണ്. ഞങ്ങൾ ഈ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇന്റർവ്യൂ ഒക്കെ വെച്ചിരുന്നത് അവിടെ തന്നെയാണ്. ദിവസം രാവിലെ അവിടെ പോയിരിക്കും, ഷൂട്ടിങ്ങിന് മുമ്പത്തെ കാര്യം. ലോക്കൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് കാട്ടിലോട്ട്, കാടെന്ന് പറഞ്ഞ് ഇവിടുത്തെ പോലെ മരമുള്ള കാടല്ല, ഈ ഒരു 5 അടി ഹൈറ്റിൽ
ഗോൾഡൻ കളറിൽ സാവന എന്ന് പറയും, പുൽമേട്. അതൊരു 100 കിലോമീറ്റർ ദൂരം വരെ ഇങ്ങനെ കാണാം. നമ്മളങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ കയറിയിട്ട് കുറേ വാട്ടർ ബോട്ടിൽ, ജ്യൂസ് ബോട്ടിൽ എല്ലാം സാധനങ്ങൾ വണ്ടിക്കകത്ത് നിറച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്. ഇത് വിട്ടാൽ പിന്നെ വേറെ ഒന്നുമില്ല. രാവിലെ 9 മണിക്ക് അത് വാങ്ങിച്ച് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു 9:30 ഒക്കെ ആയിരിക്കും ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരാൾക്കൊരു ഫോൺ വന്നു. ഞങ്ങളുടെ ഇവിടെ ഒരു പോലീസുകാരനുണ്ട്, സെക്യൂരിറ്റി. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ഗവൺമെൻറ് തന്നിരിക്കുന്നു, തോക്കും കൊണ്ട് എപ്പോഴും 2 പേരുണ്ട്. മെഷീൻ ഗണ്ണും കൊണ്ട്. കാരണം നമ്മൾ സിനിമാക്കാരാണ്, പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ പാവപ്പെട്ട ഒരു പട്ടിണിക്കാരൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വഴിയുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു കാറുകളിലും ഗ്ലാസ് ഫുള്ളായിട്ട് താഴില്ല, പകുതി വരെ താഴുള്ളൂ. കാരണം നമ്മൾ ഏതെങ്കിലും ട്രാഫിക് പോയിന്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തം തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ കയ്യിലിരിക്കുന്ന പറിച്ചുകൊണ്ട് ആൾക്കാർ ഓടും. അതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ അവിടെ ഒരു നമ്മളിപ്പോൾ വന്ന മോളിൽ ഒരു ചെറിയ അറ്റാക്ക് എന്തോ ഉണ്ടായിട്ടുണ്ട്, 3-4 പേര് മരിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ നേരെ ഷൂട്ടിങ്ങിന് പോയി. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുമ്പോൾ അതുവഴി പോകാനേ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് ഈ ബിൽഡിങ് മൊത്തം സീസ് ചെയ്തിരിക്കുകയാണ്. അകത്ത് കുറേ ബന്ദികളുണ്ട്. 2 ദിവസം നിന്ന അറ്റാക്ക്. 2ാമത്തെ ദിവസം ഇവർ കംപ്ലീറ്റ് ബോംബ് വെച്ച് ആ ബിൽഡിങ് തകർത്തു. 269 പേര് മരിച്ചു, 37 കുട്ടികളടക്കം. സ്കൂൾ കുട്ടികൾ, അതൊരു സ്കൂളിൽ നിന്ന് ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി 10-30 കൊച്ചുകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവിടെ പേപ്പറിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നത്. ഈ ഇങ്ങനെ ഒരു സിനിമാ സംഘം ഷൂട്ടിങ്ങിന് അവിടെ പോയിട്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫിയിൽ. പക്ഷെ ഞാനൊരു മെയിൻ സ്ട്രീം സിനിമ ക്യാമറാമാനൊന്നുമായിട്ട് മാറിയില്ല. കാരണം ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ അറിയില്ല. എന്നാണ്ട് ഈ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരായിട്ടുള്ള പടം. പിന്നെ സിനിമയും ഈ പരസ്യം കൂടെ ഒന്നിച്ചു പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് മാസത്തിലൊരു 7-8 പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ റവന്യൂ, പരസ്യത്തുനിന്ന് ഒരു മാസം കിട്ടുന്ന റവന്യൂ സിനിമയിൽ ഒരു വർഷം കിട്ടില്ല. അതെ, അതൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു വലിയൊരു ഭാഗമാകാൻ ഇന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു മീനിങ് ഫുൾ സിനിമ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാഗ്രഹം. അങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ പണ്ട് കണ്ടുകൊണ്ടിരുന്നതും. അതെനിക്ക് തോന്നുന്ന രാധാകൃഷ്ണൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ എക്സ്പീരിയൻസുകളുണ്ട്. അവിടുത്തെ അന്തേവാസികളിൽ ഭരതനും അരവിന്ദനും അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകൾ, ഒരുപാട് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതെ, വളരെ ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. അത് ഒരുപാട് ഇൻസ്പയർ ചെയ്തു. അങ്ങനത്തെ പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇപ്പം സുനിൽ ഇബ്രാഹിമിൻ്റെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സുനിൽ ഇബ്രാഹിം ഫിലിം മേക്കർ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കണപ്പം സ്റ്റാലിൻ നാളെ ഒരു സിനിമ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എംഎൽജി വർക്ക് ചെയ്യാമെന്ന് ചോദിക്കുമല്ലോ, ഇല്ലേ? അതുപോലെ ചോദിച്ച് അങ്ങനെ ചെയ്ത പടങ്ങളാണ്. സുനിൽ എൻ്റെ കൂടെയാണ് ആദ്യം വന്നത്, എന്നിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ ചാപ്റ്റേഴ്സിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു ആഡ് ഫിലിം കണക്ഷനിൽ കൂടെയാണ് ആ പടങ്ങളൊക്കെ വന്നത്. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ സുനിൽ ഇബ്രാഹിം തന്നെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ എന്തോ ആക്സിഡൻറ്റ് വന്നപ്പോൾ ഇങ്ങനെ മേശപ്പുറത്തൊരു ഫയൽ ഇരിപ്പുണ്ട്. ഇതെന്താണെന്ന് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതാണ്, ഒരു ചെറിയ സിനിമ ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ വായിച്ചപ്പോൾ പുള്ളിക്ക് കണ്ണിൽ വെള്ളമൊക്കെ വന്നു. ഇത്രയും നല്ലൊരു സംഭവം വെച്ചിട്ട് എന്താണ് ചെയ്യാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ചെയ്യാൻ പ്രൊഡ്യൂസറെ കിട്ടൂല, കാരണം ഇതൊരു അവാർഡ് പടമാണ്. ചുരുങ്ങിയത് അക്കാഡമിക് ഫിലിം ആയിരുന്നു. അന്ന് ഇതിൻ്റെ പേര് അവാർഡ് പടം, അതായത് കാശ് കിട്ടാത്ത പടത്തിനൊക്കെ അവാർഡ് പടം വിളിക്കുന്നത്. അവാർഡ് പടം ചെയ്ത ആ ഡയറക്ടറിന് അതോടെ ജീവിതം കട്ടപ്പോകയാവും. ഇതൊക്കെ അറിയാം, എന്നാലും ഒരു മീനിങ് ഫുൾ ഫിലിം ചെയ്യണം എന്നുള്ള ആഗ്രഹം. നമുക്കിത് ചെയ്യാം. അപ്പോൾ ആരുടെങ്കിലും പൈസ ഒന്നുമില്ല, അങ്ങനെ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ആയിട്ട് വെച്ച് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഞാനൊരു പാർട്ടായിരുന്നു. ക്യാമറ യൂണിറ്റ് ആണ്. അതെ അതെ, അങ്ങനെ അറിയാമല്ലോ, ഒരു ചെറിയ ബ്ലാക്ക് മാജിക്കിന്റെ 2.5 ക്യാമറയാണ് ആദ്യം തുടങ്ങിയത്. ബ്ലാക്ക് മാജിക്കിന്റെ 4K ആദ്യം തുടങ്ങി 2.5 ആദ്യത്തെ 4 ദിവസം ഷൂട്ട് ചെയ്ത് മറ്റേ ചെറിയ സിൽവർ കളറിലുള്ള 2.5 ക്യാമറ. അതിനുശേഷമാണ് 4Kയുടെ ക്യാമറ വന്നത്. അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ സാങ്യാങ്ങിന്റെ ലെൻസ് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ വന്ന് തട്ടിക്കൂട്ട് പടം നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അങ്ങനത്തെ ഒരു എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ട് ചെയ്ത്. വീട്ടിൽ തന്നെ എല്ലാവരും കിടന്നുറങ്ങും. അങ്ങനെ ഒരു കൊച്ചു ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു, പക്ഷെ അതില് ഒരുപാട് അവാർഡുകളും
അഭിനന്ദനങ്ങളും കൈമടിച്ചിക്ക് കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു അത് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ അതില് സംഭവിച്ചു പോയൊരു കാര്യം, അല്ല അതില് ബിജു മേനോൻ ഉണ്ടായിരുന്നു, പിന്നെ ആ അമ്മൂമ്മയായിട്ട് അഭിനയിച്ച അവരുടെ പേര്. അത് പക്ഷെ ഒരു മാർക്ക് ചെയ്യപ്പെട്ട ഒരു ഫിലിമായിട്ട് മാറിയത്. ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ ഇനിയും കൂടും. അതാണ് സംഭവിച്ചു പോയത്. ഞാൻ എന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. സംഭവിച്ചു പോയത് എനിക്ക് തോന്നുന്ന വെച്ചാൽ ആ തിയേറ്ററിലെ നല്ല ആൾക്കാരുള്ള സമയത്താണ് അന്നത്തെ ഒരു വലിയൊരു പടം പുലിമുരുകൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നപ്പോഴേക്കും ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ ആ പടം വന്നു. കംപ്ലീറ്റ് സ്ക്രീനുകൾ അതിനുവേണ്ടി ബ്ലോക്ക്. ഒന്നും വേണ്ട. ഇപ്പൊ ഓലപ്പിപ്പി എന്ന് പറയുന്ന ഈ സിനിമ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഏകദേശം ഒരു 7 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ റിവ്യൂസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പടം എന്തുമാത്രം ജനങ്ങളുമായിട്ട് എമോഷണലി കണക്റ്റഡ് ആയിരുന്നു. അത് വലിയൊരു ടെക്നിക്കൽ വണ്ടർ ഒന്നും അല്ല. ഒരു കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അതിലെ കാസ്റ്റിംഗ് വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാസ്റ്റിംഗ്. കൊച്ചും അമ്മൂമ്മയും. അതെ അതെ. അതാണ് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഹൈലൈറ്റ് ആ 3 പേരുമാണ്. ബിജു മേനോൻ എന്നൊരു ക്യാരക്ടർ പിന്നീടാണ് പടം ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെയല്ല, ബിജുവിൻ്റെ കൂടെ 1-2 പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയം ഞാൻ ഒരു നേരിട്ട് പോയി കണ്ടു. അപ്പം ഞാൻ ഈ നേരത്തെ ഷൂട്ട് ചെയ്ത പോർഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ്സ് ഒരു വീഡിയോ കട്ടിങ് ഉണ്ടാക്കി, ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് പടത്തിൻ്റെ ജോണർ, ഇതാണ് കഥ, എനിക്കൊരു 5-6 ദിവസത്തെ ഡേറ്റ് വേണം. അയ്യോ ആദ്യം ഡേറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എത്ര നാൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഇയാളെ ഇങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്, നോന്ന് പറയാൻ പറ്റാത്തൊരു ഇതിൽ പേരിൽ ശരി നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തതാണ്. നമ്മൾ വൃത്തിയായിട്ട് അത് ചെയ്തു. ആ പടം കണ്ടവർക്ക് അറിയാം, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നതും ശരിയല്ല. ഓലപ്പിപ്പി എന്ന് പറഞ്ഞ സിനിമയില് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അതിലെ മുത്തശ്ശി. അവരെങ്ങനെയാണ് തേടിപ്പിടിച്ചത്? ശ്രദ്ധിക്കപ്പെട്ടതെന്നല്ല പറയേണ്ടത്, അവരുടെ പടമാണ് ഓലപ്പിപ്പി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ ഞങ്ങൾ ലൊക്കേഷനും ഒക്കെ ഒരുപാട് നാളിങ്ങനെ തിരഞ്ഞ അവസാനം ഞാൻ നമ്മുടെ ബാവയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന് കണ്ടുപിടിക്കാൻ രക്ഷയില്ല, കിട്ടിയിട്ടില്ല. കാരണം ഇത് കുറേ ഒരു പീരിയഡ് ഫിലിമാണ്. യാദൃശ്യമായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറി തിരുവല്ലയിൽ. പുള്ളി എന്താണ് നമ്മളെ ഈ സ്ഥലം വെച്ചിട്ടാണോ നമ്മൾ ഇത്രയും നാൾ ലൊക്കേഷൻ അന്വേഷിച്ചു തുടങ്ങി, ഇതല്ലേ ലൊക്കേഷൻ, നിങ്ങളുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നമ്മൾ ഫിക്സ് ചെയ്തത്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരുവിധം ഒക്കെ നോക്കി ഓക്കെ ചെയ്തു. കാരണം ആർട്ടിസ്റ്റുകളല്ല, എല്ലാം അഭിനയിക്കാൻ പുതിയ പുതിയ ആൾക്കാരൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ സ്ത്രീ കൺഫേം ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ബെന്നി കട്ടപ്പന വിളിച്ചിട്ട് സാറേ ഞാനൊരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടോ നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു ചെറിയ ന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ കോളം. എന്തായിരുന്നു ന്യൂസ്? ഒരു സ്ത്രീയുടെ ഫോട്ടോ, താഴെ ഒരു 5-6 ഒരു പാരഗ്രാഫ്. ഇതുപോലെ പണ്ട് ഇണപ്രാവുകൾ എന്ന് പറയുന്ന പടത്തിൽ ശാരദയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച് കാഞ്ചനമ്മ എന്നും പറഞ്ഞിട്ട് ചെറിയൊരു ന്യൂസ്. അത് ഇടാൻ കാരണം ഈ ഇണപ്രാവുകൾ എന്ന് പറയുന്ന പടത്തിൻ്റെ 50ാമത്തെ വാർഷികമാണ്. എന്തോ ഒരു ഫംഗ്ഷൻ നടന്നപ്പം എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ ഇവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശാരദയുടെ സിസ്റ്ററായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഫോട്ടോ കണ്ടപ്പം ഞാൻ പറഞ്ഞത് അവരൊന്ന് പോയി കാണാമെന്നും പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് അഡ്രസ്സ് തേടി കണ്ടുപിടിച്ച് ഫോൺ നമ്പർ തന്നു. ഫോണിൽ വിളിച്ചു. അപ്പോൾ വന്നോളൂ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയി പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലം ചേർത്തലേക്ക് അടുത്ത് അവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് ആർക്കും ഈ വീടൊന്നും ഇങ്ങനെ ഒരു സ്ത്രീ ഉള്ളതും അറിയില്ല. അങ്ങനെ ഇവർ പറഞ്ഞ അടയാളമൊക്കെ വെച്ച് ഇന്ന അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നതെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കുടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഓടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞ് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് മുമ്പിലൊരു തെങ്ങുമുണ്ട്. അവിടെ ഇങ്ങനെ കയറി ചെന്ന് വാതിലൊക്കെ തട്ടി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന് ഒരു വളഞ്ഞ് കുനിഞ്ഞൊരു സ്ത്രീ വന്നിട്ട് വാതിൽ തുറന്ന് ഞങ്ങളെ നോക്കി ഒരു ചിരി ചിരിച്ചപ്പോൾ അവിടെ തീർന്നു ഞങ്ങളുടെ സെർച്ചിങ്. നമ്മൾ എന്താണ് മനസ്സിൽ കാണും, നമ്മളൊരു ക്യാരക്ടറിന് മനസ്സിൽ കാണില്ല, അതിങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്, ഇങ്ങനെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുത്തശ്ശി. അപ്പോൾ ഞാൻ സൗമ്യ നിർത്തിക്കോ, ഇവിടെ സെർച്ചിങ് ഇവിടെ നിർത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ അഭിനയിപ്പിക്കണ്ടേ. ഭാഗത്തോട്ട് വിളിച്ചിരുത്തി നമുക്ക് ഒരു പഴയ കയറി പറഞ്ഞൊരു കട്ടിലും ഒരു 14 ഇഞ്ചിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV വെച്ച് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഞ്ചിൽ അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒറ്റയ്ക്ക് താമസിക്കുക, നോക്കാനൊന്നും ആരുമില്ല. ഭർത്താവ് ഒരു വളരെ ബാസി എന്ന് പറഞ്ഞ ഒരു വലിയൊരു കഥാപ്രസംഗ കഥീനായിട്ട് മരിച്ചിട്ട് ഒരുപാട് കാലമായി.
ഇപ്പം ആരുമില്ല, ഒരേ ഒരു മകനുള്ളത് ദുബായിൽ എന്തോ ചെറിയ ജോലിയായിട്ടാണ്. ഇവിടെ ഒറ്റയ്ക്കാണ് താമസം, നോക്കാനൊന്നും ആരുമില്ല. അപ്പുറത്തെ വീട്ടുകാരും നോക്കിയാലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ അഭിനയിച്ചിട്ട് 50 വർഷമായി. ഇപ്പോൾ സിനിമയിലുള്ള ആൾക്കാരെ പോലും എനിക്കറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കും, കാലിൽ ലൈറ്റായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കാലിൽ കുറച്ച് മന്തുണ്ട്, ഓർമ്മശക്തി തീരെയില്ല. എന്നെ വെച്ച് എങ്ങനെ അഭിനയിപ്പിക്കുന്നു, അതും നിങ്ങൾ പറയുന്ന വലിയ റോളാണെന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്കിതൊക്കെയാണ് വേണ്ടത്. ഇപ്പം അമ്മച്ചി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടത്. നല്ല ഭംഗിയുടെ ചിരിയുണ്ട്, ഇത്ര ഇന്നസെൻ്റായിട്ടൊരു ചിരി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സൗമ്യ എടുത്തിരുന്നു പറഞ്ഞു, ഇപ്പോൾ ഇത്രയും നല്ലൊരു വൈശ്യമായിട്ടുള്ള ചിരി ഉണ്ടെങ്കിൽ ഇവർ ഒരു കാലത്ത് എങ്ങനെ ഇരുന്നിരിക്കും. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു, ആൾക്കാരുടെ കുറേ ഭയങ്കര സ്പോർട്ടിയായിരുന്നു, കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അമ്മ അഭിനയിക്കുക വന്നിട്ട് ഞങ്ങൾക്ക് ഉറപ്പിക്കാറില്ല, അത് എൻ്റെ മോനോടും കൂടെ ഒരു വാക്ക് ഒന്ന് ചോദിക്കണം എന്തൊക്കെയായാലും. അമ്മ ചോദിച്ചു, ഞങ്ങൾ വൈകുന്നേരം വിളിക്കാം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അയ്യോ നിങ്ങൾക്ക് തരാനൊന്നും ഇല്ല എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ കണ്ട് അവിടെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ദിവസവും രാവിലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സീൻ ചെയ്തിട്ട് മരിക്കണം. അപ്പോൾ അത് ഒരു വിശ്വാസമായിട്ട് എടുക്കാം, വിശ്വാസം ഇല്ലാത്തവർക്ക് യാദൃശ്യമായിട്ട് നടന്നൊരു സംഭവമായിട്ട് എടുക്കാം. ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ സ്ത്രീക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടായിരുന്നുള്ളതാണ് അല്ലേ. അങ്ങനെ വൈകുന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞു മോന് സമ്മതമാണ്. ഞാനിവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് 2 പേര് പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൂടെ, അമ്മ ഇവിടെ കിടക്കുന്നു, തൊട്ടിപ്പുറത്തൊരു കട്ടിലിട്ടിട്ട് അവിടെ കിടത്തിയാണ് ഞങ്ങൾ അവിടെ എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. അഭിനയിച്ചു. ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, ജീവിച്ചു എന്നാണ് പറയേണ്ടത്. കാരണം അതിനകത്തൊരു മരിക്കുന്ന സീനുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇന്ന പോലെ എനിക്കിത് വേണം, അതിന് പാരലായിട്ട് ആ കുട്ടി അഭിനയിക്കണം, ഒറ്റ ഷോട്ടാണ്. കുട്ടിയെ ഞാൻ വീട്ടിൻ്റെ പുറകെ വിളിച്ചിരുത്തി കൊണ്ടുപോയിട്ട് അവനോട് ഞാനിങ്ങനെ അഭിനയിച്ച് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എൻ്റെ ജീവിതത്തിലെ എല്ലാമായിരുന്നു അമ്മ എന്നേക്ക് വേണ്ടി നഷ്ടപ്പെടുകയാണ് മുത്തശ്ശി. അത് അവനോട് പറഞ്ഞ് അവൻ മനസ്സിലാക്കി. ഇവരും പാരലായിട്ട് ചെയ്യണം, ഒറ്റ ഷോട്ടിലെടുക്കണം. ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനടക്കം പറയാമല്ലോ അവിടെ നിന്ന് അത്രയും പേരും കരയുകയായിരുന്നു, ശരിക്കും കരയുകയായിരുന്നു. കണ്ട അവരുടെ ആ സീൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. തന്മയത്വം കണ്ടിട്ട് അവർ അഭിനയിച്ചു. ഞാനും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇതിന് ഒരു പ്രാവശ്യം കൂടെ കാണാൻ എന്നെ കൊണ്ട് പറ്റൂലെന്ന്. അങ്ങനെ ആ പടം ചെയ്തു. അതൊരു കൊമേഴ്ഷ്യലി ഒരു ഹിറ്റൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ ചില കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിന് ചില അവാർഡുകൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് ബെസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫിലിം പോയിട്ടുണ്ടായിരുന്നു ആ വർഷം. കൂടാതെ ഒരു ഇന്ത്യയിലൊരു പ്രസ്റ്റീജിയസ് അവാർഡ് ബയോസ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്, ആ പടത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബെസ്റ്റ് ഫിലിമും ബെസ്റ്റ് ആക്ട്രസും അവാർഡ് കിട്ടി ഈ സ്ത്രീക്ക്. ഈ സ്ത്രീക്ക് ഡൽഹിയിൽ വരെ പോകാൻ ഉള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ജൂറിയുടെ ചെയർമാൻ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ വന്നവരെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പോയി അവാർഡ്. ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ വർഷത്തെ. ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിനുള്ള ആർട്ടിസ്റ്റിന് കൊച്ചിന് കിട്ടിയില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു, എല്ലാവരും പ്രതീക്ഷിച്ചത് ആ കൊച്ചിനാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അന്ന് ആ സമയത്ത് ആ ഗപ്പി എന്ന് പറഞ്ഞ പടത്തിൽ അതിന് അവാർഡ് പോയത്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചത് അവന് കിട്ടുന്നുള്ളത്. കാരണം അത്രയും നന്നായി ചെയ്തിരുന്നു. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ആ പയ്യൻ അങ്ങനെ ഒരു ലെവലിലോട്ട് ആകും എന്നുള്ളത്. കാരണം ഒരു 5-6 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഡോക്ടറാണ്, ഇപ്പം ഭയങ്കര പോഷായിട്ട് ജീവിക്കുന്ന ഒരു ഭയങ്കര സ്റ്റൈലൈസ്ഡ് ബോയ് ആയിരുന്നു. അവനെ ആ ക്യാരക്ടറാക്കി മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവർ തമ്മിൽ ഭയങ്കര റാപ്പായി, അമ്മൂമ്മയും കുഞ്ഞും തമ്മിൽ. പിന്നീട് അവൻ അതിനകത്ത് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റിനുള്ള അവാർഡും വർഷം ഈ മുത്തശ്ശിക്ക് ഡബ് ചെയ്തതിന് തങ്കമണി ടീച്ചർ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള 10-26 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ആദ്യമായിട്ടാണ് എന്നോട് വിളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു,
ഒരുപാട് കഷ്ടപ്പെട്ട് അത് ഡബ് ചെയ്യാൻ. കാരണം ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ കൈ കൊണ്ട് അമക്കി പിടിച്ചുകൊണ്ടാണ്. മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർക്ക് തൊണ്ടൻ സൗണ്ട് വരുന്നതായി. റോള് നീര് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമക്കി പിടിച്ച് സംസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പണ്ടുണ്ടായിരുന്ന സിനിമയോടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അക്കാഡമിക് ഫിലിമിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൈമൾജിയുടെ ഒരു ജീവിതാനുഭവങ്ങളും കൂടി ചേർത്ത. തീർച്ചയായിട്ടും അത് അന്നത്തെ കാലത്ത് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ പ്രേക്ഷകരോടാണ്, എല്ലാവരുടെ ജീവിതത്തിലും ഒരു കഥയുണ്ട്. കൃഷ് കൈമളിന്റെ ജീവിതത്തിലെ ഒരു ഏഡാണ് സത്യത്തിൽ ഓലപ്പിപ്പി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓലപ്പിപ്പി യൂട്യൂബിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ കൊടുക്കാം. ഓലപ്പിപ്പി ഫുൾ മൂവി നടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. എനിക്ക് തോന്നുന്നത് ജനങ്ങൾ മൊത്തം ഇത് കണ്ടത് ഈ പടം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, 2 മാസം ഒരു മാസം മുമ്പ് ഒരു ഫംഗ്ഷന് വേണ്ടി പോയിരുന്നു. അവിടെ ഇങ്ങനെ എന്തോ പറഞ്ഞിങ്ങനെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ നിന്ന ആള് ഇന്ന ആളാണ്, പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഓലപ്പിപ്പിന്നും. ഒരു മുത്തശ്ശിയും പിന്നെ അയ്യോ അതോ ഇന്ന അതായിരുന്നു പിന്നെ ഇവരുടെ ഔട്ട്ലുക്കെ മാറിക്കഴിഞ്ഞു. അവർ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടച്ച് ആയിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടില്ല. പടം മൊത്തം ഞാൻ എൻ്റെ കാര്യമായിരുന്നു. പിന്നെ പക്ഷേ അത് എൻ്റെ കൊണ്ട് നിർത്തിയത് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അത് സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം, ഒരു സിനിമ ചെയ്തു, ഇനിയൊരു സിനിമ ചെയ്യുമോ എന്നുള്ളത് ഇനിയും കണ്ടറിയുന്നു. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വീണ്ടും ഈ എന്താ പറയാ കംഫർട്ട് സോണിൽ ചാടി സിനിമ ഇനിയും ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു അക്കാഡമിക് ഫിലിം കൂടി ചെയ്തിട്ട് പിന്നെ അതിനുവേണ്ടി കാര്യമായി ശ്രമിക്കാതെ ഇല്ല ഇനിയും. പക്ഷെ എന്താ പറയുക, സിനിമയിൽ ഞാനിപ്പോൾ അതിനുശേഷം പഠിച്ച ഒരു കാര്യമാണ്, സിനിമ വളർന്നിട്ടുള്ളത് മൊത്തം കൊമേഴ്ഷ്യൽ സിനിമകളായിട്ട് മാത്രമാണ്. ഈ മേ ബി ഒരു 10-25 വർഷം മുമ്പൊക്കെ ഈ അക്കാഡമിക് ഫിലിംസ് കാണാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യ സിനിമ സൊസൈറ്റികളുണ്ടായിരുന്നു. പിന്നെ അതൊരു സംരംഭമായിരുന്നു. ഇപ്പൊ നാടകം കാണാൻ കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആ നാടകം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാടകം കാണാൻ പോകുന്ന ഓഡിയൻസിനെ എനിക്കറിയാം. ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതിന് പോകുന്ന ആൾക്കാരെ അറിയാം, അത് നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട്. പക്ഷെ സിനിമയ്ക്ക് അവസ്ഥ ഇന്നില്ല. സിനിമ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ, അതായത് ടൈം പാസ് മീഡിയമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അടുത്ത കാലത്ത് ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കുറേ എനിക്ക് മനസ്സിൽ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില സിനിമകൾ നമ്മൾ തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം 6 പേര് 7 പേര് 10 പേര് ഒക്കെയാണ്. ഈ പടം എന്തുകൊണ്ട് ഓടിയില്ല എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവൊന്നുമില്ല. തൊട്ടപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ അടിച്ചു പൊളിച്ച് ഓടിക്കുകയാണ്. ഒരു ടെക്നിക്കലി ഞാൻ പറയുന്നില്ല എല്ലാ പടങ്ങളും, കാരണം ഈ ടെക്നോളജി അത്രയും അഡ്വാൻസ് ആയതുകൊണ്ട് യു കനോട്ട് ഗോ റോങ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു. ഫോട്ടോഗ്രാഫി ആണെങ്കിലും സൗണ്ട് റെക്കോർഡിങ് എല്ലാത്തിലും നമ്മൾ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റിൽ മലയാള സിനിമ ഇന്ന് ശരിക്കും ഷൈൻ ചെയ്യുക. പക്ഷെ കണ്ടന്റിൻ്റെ കാര്യത്തിൽ സിനിമ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഒന്നാന്തരം സിനിമകൾ മലയാളത്തിലാണ് ഇറങ്ങുന്നുണ്ട്, കാണാൻ ആളില്ല. ഇതൊരു നല്ല സിനിമയാണ്, ഞാൻ പോയി കാണണം എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു സിനിമ ഞാൻ പോയി കണ്ടു. ഒരു മനുഷ്യരില്ല തിയേറ്റർ. ഒരു 65 വയസ്സിനുള്ള മുകളിലുള്ള ഒരു 8-10 പേരിരുന്ന് സിനിമ കണ്ടു ഇറങ്ങിപ്പോയി. അപ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം. ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരാൾ കുറേ കാലം ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതി, ഒരാളല്ല ഒരു കൂട്ടം ഒരാൾ എഴുതി, ഒരു ഡയറക്ടർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് കുറേ ആൾക്കാർ ഒത്തുകൂട്ടി, പല ആൾക്കാരും ചിലപ്പോൾ പൈസ കുറച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് ഈ ഒരു നല്ല പടത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സിനിമയെ അംഗീകരിക്കാൻ ഒരു ഓഡിയൻസ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ട്രാജിക്കായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ കഴിഞ്ഞ 3-4 മാസത്തിൽ കണ്ട പല നല്ല പടങ്ങളും തിയേറ്ററിൽ ഒരാഴ്ച പോലും ഓടാതെ പോയി. അതിനൊക്കെ ചിലവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് പേടി തോന്നുന്നു, ഒരാൾ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് ഓടുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സസ്പെൻസ് പടം ചെയ്യ്, വയലൻസ് പടം ചെയ്യ്, നമുക്ക് വരണ്ടേ? ഒരു ക്രിയേറ്റർക്ക് അയാളുടേതായിട്ടുള്ള ഒരു ഐഡിയ, ഒരു കംഫോർട്ട് സോൺ അതിനകത്തുണ്ട്. എനിക്ക് ചെയ്യാൻ ഒരു എമോഷണൽ ഫിലിം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വയലൻസ് ഫിലിമിൻ്റെ ക്യാമറമാൻ ആകാനോ ചിലപ്പോൾ ഒരു ഡയറക്ടർ മാത്രമാകാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് വേണ്ടേ? കാരണം അത് ഞാൻ ഇമാജിൻ ചെയ്യണം വയലൻസ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല.